പ്രവാസികളുണ്ടല്ലോ പൊതുവേ നാട്ടിൽ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ വേഗം കൊടുത്തേക്കാൻ പറയില്ല നല്ല ബീഫ് വരട്ടത് അല്ലെങ്കിൽ ബീഫ് റോസ്റ്റ് അങ്ങനെയൊക്കെയാണ്. ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല മക്കളെ, നിങ്ങൾക്ക് ഇവിടെ തന്നെ അടിപൊളി ആയിട്ടുണ്ടാക്കുക, ആരും ബുദ്ധിമുട്ടിക്കണ്ട. ഓക്കെ, നിങ്ങൾ ഈ രീതിയിൽ അങ്ങ് ഉണ്ടാക്കി നോക്ക്. ഹലോ, ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്താണെന്ന് വെച്ചാൽ കേരള സ്റ്റൈൽ ബീഫ് റോസ്റ്റാണ്. നമ്മളെ കണ്ണൂർ തളിപ്പറമ്പൊക്കെ ഉണ്ടാക്കുന്ന സ്റ്റൈലാണ്. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണെന്ന് അറിയില്ല, അടിപൊളി ഐറ്റമാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ തിന്നു നോക്കട്ടെ. വാ, പൊള്ളിയാണ്. നല്ല അടിപൊളി. നമ്മളെ പണ്ടൊക്കെ ഉമ്മമാരെ കൊണ്ടാക്കി തരുന്നില്ല, അതേ സ്റ്റൈല്. മാഷാ അല്ലാഹ്. ഇറ്റ്സ് മുനീർ, വെൽക്കം ടു മുനീർസ് ഫുഡ് വേൾഡ്. ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ? വാ, കാണിച്ചാലോ. 750 ഗ്രാം ബീഫാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. നമുക്കിനി അത് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം. അങ്ങനെ നമ്മുടെ ബീഫ് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നു. ഇനി നമുക്ക് ഒരു കുക്കറിലോട്ട് മാറ്റാം. നമ്മൾ കുക്കറിലാണ് വേവിക്കുന്നത്. അങ്ങനെ കുക്കറിലോട്ട് മാറ്റി ഇതിന് അതിലോട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ടർമറിക് പൗഡർ. ഇനി കുരുമുളക് പൊടി നേരത്തെ ബാക്കിയാണ്, നേരത്തെ ഒന്നേ ഇട്ടിട്ടുള്ളൂ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്, ഇവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടിരിക്കുന്നത്. ഇനി അതൊക്കെ കൂടി നന്നായി മസാല ആ ബീഫിലോട്ട് പിടിപ്പിക്കാം. അങ്ങനെ നമ്മൾ നന്നായി ഇളക്കി കൊടുത്തു. മസാല ഏകദേശം പിടിച്ചു. പക്ഷെ എനിക്ക് എങ്ങനെയൊന്നും പിടിച്ചാൽ പോരാ, എനിക്ക് കഴുകി വന്ന് നല്ലോണം കൊണ്ട് അത് കുഴക്കണം. അപ്പോഴാണ് നമുക്കൊരു ഇത് കിട്ടുക. അങ്ങനെ നമ്മൾ ബീഫിൽ മസാലയൊക്കെ നന്നായി പിടിച്ചു. ഇനി നമുക്ക് കുക്ക് ചെയ്യാം. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. ബീഫിൽ തന്നെ അത്യാവശ്യത്തിന് വെള്ളം വരും. വെള്ളമില്ലാതെയാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. ഇനി ഗ്യാസ് തുറന്ന് നമ്മൾ ആ കുക്കർ അങ്ങ് വെക്കുന്നു. ഇവിടെ നമ്മൾ 6 വിസിലാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോഴൊക്കെ ഏകദേശം 90% വേവാകും. ഓരോ ബീഫിനും ഓരോ ടൈപ്പ് വിസിലായിരിക്കും വേണ്ടത്. ഞാനിവിടെ 6 വിസിലാണ് എടുക്കുന്നത്. നമുക്കൊരു വിസിലടിക്കുന്ന വീഡിയോ ഇങ്ങനെ വെറുതെ കണ്ടാലോ. അങ്ങനെ 6 വിസിലും കഴിഞ്ഞ് അതിൻ്റെ സ്റ്റീമൊക്കെ പോയതിനു ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം. നമ്മുടെ ബീഫ് ഏകദേശം 90% വെന്ത് കഴിഞ്ഞു. നമ്മൾ റോസ്റ്റ് ചെയ്യുന്നത് ചീനച്ചട്ടിയിലാണ്. പണ്ട് നമ്മൾ ഉമ്മയൊക്കെ ഉണ്ടാക്കിയത് അധികം ഇതുപോലത്തെ ചട്ടികളിലാണ്, ചീനച്ചട്ടി. ഇതിലുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇറച്ചിയൊക്കെ ഇടുക. ഇതിന് നിങ്ങളുടെ നാട്ടിൽ എന്താണ് പേര് പറയാ? കമന്റ് ചെയ്യണേ. ഇനി നമുക്ക് ചീനച്ചട്ടി ഗ്യാസിലോട്ട് വെക്കാം. ഇനി അതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. കോക്കനട്ട് ഓയിൽ 2 ടേബിൾ സ്പൂൺ. ഇനി അതിലോട്ട് 2 ഉള്ളി, മീഡിയം സൈസ് 2 ഉള്ളി ചെറുതായി മുറിച്ചതിട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു ഇളം ബ്രൗൺ കളർ വരുന്നവരെ നമുക്കിതിനെ വേവിക്കാം. ഇനി അതിലോട്ട് 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇടുന്നു. വീണ്ടും നന്നായി ഇളക്കി കൊടുക്കുന്നു. നമ്മൾ ഉള്ളി അത്യാവശ്യത്തിന് വെന്തോട്ടെ. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതും കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡർ, ഗരം മസാല 1/4 ടീസ്പൂൺ, കൊറിയാണ്ടർ പൗഡർ 1 ടേബിൾ സ്പൂൺ, ടർമറിക് പൗഡർ 1/4 ടീസ്പൂൺ. ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ആ മസാലകളൊക്കെ ഉള്ളിയിൽ നന്നായി പിടിക്കുന്നവരെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അതിലോട്ട് ചെറുതായി മുറിച്ച 2 ചെറിയ തക്കാളി, ഇനി പച്ചമുളക് 2 എണ്ണം ചതച്ചത്. ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നു.
ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റും കൂടി വേവിക്കാം. ഇനി നമുക്ക് അടപ്പ് ഓപ്പൺ ചെയ്യാം. നന്നായി ഒന്ന് കുറച്ചും കൂടി ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് അതിലോട്ട് നമ്മുടെ വേവിച്ച ബീഫ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിനെ ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ മെയിൻ പരിപാടിയാണ് ഇനി വരാൻ പോകുന്നത്, ഈ ഇളക്കുക. ഇതിലൊക്കെ വെള്ളമൊക്കെ വറ്റുന്നവരെ നമ്മൾ വേവിച്ച് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് കുറച്ച് കൊറിയാണ്ടർ ലീവ്സും കൂടിയിട്ട് കുറച്ച് അടച്ചു വെച്ച് വേവിക്കാം. ഏകദേശം ഒരു 5 മിനിറ്റും കൂടി അടച്ചു വെച്ച് വേവിക്കുന്നു. അങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്തു വീണ്ടും ഇളക്കൽ തുടരുന്നു. ഇളക്കലാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംഭവം. കാരണം നമ്മൾ ഇളക്കിയിട്ടില്ലെങ്കിൽ ഇതിൻ്റെ അടിക്ക് പിടിക്കും സംഭവം, കരി മണക്കും, പിന്നെ കരിയാവും. അപ്പോൾ ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കുക. അതിന് നമ്മൾ ആദ്യം തന്നെ ഫുള്ള് വേവിക്കാതിരുന്ന് ഇളക്കുമ്പം ബീഫൊക്കെ പൊട്ടിപ്പോകും. അതുകൊണ്ടാണ് 90% ആദ്യം വേവിച്ചത്. അപ്പോൾ ഒന്നും പൊട്ടുകയും ചെയ്യില്ല. അപ്പോൾ ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് ഇനിയും ഇളക്കുക. കുറച്ച് സമയം അവിടെ തന്നെ ഇരുന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അതൊരു കറിയായി മാറും. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി വരുന്നുണ്ട്. വെള്ളമൊക്കെ കുറേ വറ്റി ഒരു റോസ്റ്റിൻ്റെ പരുവത്തിലായി വരുന്നു. നമ്മൾ ബീഫ് റെഡിയായി വരുന്നുണ്ട്. അങ്ങനെ നോക്കിയേ നമ്മുടെ റോസ്റ്റ് ഇങ്ങനെ റെഡിയായി വരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ. നമ്മളെ ഗൾഫിലുള്ളവരൊക്കെ, പ്രത്യേകിച്ച് ബാച്ചറൊക്കെ. ഇനി നാട്ടിൽ നിന്നൊന്നും ബുദ്ധിമുട്ടിച്ച് കൊണ്ടുവരാനാകണ്ട. ഇവിടുന്ന് 1 കിലോനോ 1/4 കിലോനോ ബീഫൊക്കെ വാങ്ങി റോസ്റ്റ് ചെയ്ത് നോക്കിക്കോളൂ. നല്ല അടിപൊളി ഐറ്റമാണ് മക്കളെ, നല്ല സൂപ്പർ. ഇനി കുറച്ചും കൂടി ഇളക്കാനുണ്ട്. അതും പറയില്ല, ഇളക്കലാണ് ഇതിൻ്റെ മെയിനെന്ന്. നമ്മൾ ഏകദേശം റെഡി ആയിരിക്കുന്നു. ഇനി നമുക്കൊരു പാത്രത്തിലുണ്ടതാ ഈ പരുവത്തിലാണോ അപ്പോഴാണ് റോസ്റ്റായി മാറിയത്. നല്ല അടിപൊളി സംഭവമാണ് മക്കളെ, എല്ലാവരും ട്രൈ ചെയ്യണേ. അല്ലെങ്കിൽ ബീഫ് ഒന്ന് നാട്ടിൽ വരിക്കാൻ നിൽക്കല്ലേ, നേരെ പോയിട്ട് ബീഫ് മേടിക്കുക. ഈ രീതിയിൽ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുമോ, നല്ല കിടുക്കാച്ചി പൊളപ്പൻ ബീഫ് റെഡി. എപ്പടി